all my beautiful souls, welcome back to my channel. I hope all my friends are safe and you all have an awesome day ahead. So ഇന്നത്തെ ടാരോട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ കറന്റ് ഫീലിംഗ് എന്താണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ അത് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗോസ്റ്റ് ചെയ്ത ആളായിരിക്കാം. സോ ഹൂ എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ആ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് എഗെയിൻ നിങ്ങളുടെ സോഡിയാക് സൈൻ ബേസ് ചെയ്തിട്ടാണ്. സോ നിങ്ങളുടെ സോഡിയാക് സൈൻ നിങ്ങൾ ഏതാണ് ഫോളോ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ജനിച്ച സമയത്തിലെ സോഡിയാക് സൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച മാസത്തിന്റെ സോഡിയാക് സൈൻ ആയിരിക്കാം. സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സോഡിയാക് സൈൻ ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളുടെ സോഡിയാക് സൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, so let's start with Aries. Madam Rashikar, what is their current feelings towards you? What is their current feeling? What is their current feeling? ഏരീസ് മേഡം രാശിക്കാര്, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ദേ ആർ വെയിറ്റിംഗ് ഫോർ യുവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അവർ ആ ഒരു ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, മേ ബി നിങ്ങൾ സംസാരിക്കുന്നില്ലായിരിക്കാം. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഒരു കൺഫർമേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ മനസ്സിൽ. അത് ചിലപ്പോൾ അവരുടെ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആയിരിക്കാം. സോ അതൊക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ they are waiting for the right time to talk to you, or they are waiting for you to talk to them. Okay, so they are waiting for your response. So they are waiting. So that is for Aries. Let's move to Taurus. Idam Rashikar, Taurus, what is their current feeling? What's their current feeling? Taurus. Oh, so Taurus, a person want to express their love for you. അവർക്ക് ആ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ആ ലവ് ഒന്നും ഷെയർ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിസ് ഇസ് ദ പേഴ്സൺ യു റീസെൻ്റ്ലി മെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലവ് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ദേ വോണ്ട് ടു എക്സ്പ്രസ് ദാറ്റ് ലവ് ടു യു, ദേ വോണ്ട് ടു ഓഫർ ദാറ്റ് ലവ് ടു യു. ഓക്കെ, സോ ദേ ഹാവ് എ സ്ട്രോങ് ഫീലിംഗ് ഫോർ യു. ആ ഫീലിങ്സ് അവർക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് സൂൺ ദേ വിൽ എക്സ്പ്രസ് ഇറ്റ്, ആൻഡ് സൂൺ ദേ വിൽ പ്രപ്പോസ് യു. പക്ഷേ അവരുടെ ഫിയറോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷൻ അവരെ ആ ഒരു സ്റ്റക്ക് ആക്കുന്നുണ്ട്. അവർക്കത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റ്യൂഷനൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട് ടു പ്രപ്പോസ് യു, ടു എക്സ്പ്രസ് ദാറ്റ് ലവ് ടു യു. ഓക്കെ, പക്ഷെ അവർക്കൊരു ഉള്ളിൽ ചെറിയൊരു പേടി, ഭയം ഉണ്ടാവും. ചിലപ്പം നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയെന്ന് അറിയാണ്ടായിരിക്കാം. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചു കാലമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. മേ ബി ദേ വോണ്ട് ടു റീപ്രപ്പോസ് യു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ ടോറസ്. ലെറ്റ്സ് മൂവ് ടു ജെമിനി. മിഥുനൻ രാശിക്കാർ, വാട്ട് ഈസ് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് ഫോർ യു? വാട്ട് ഈസ് ദിയർ കറന്റ് ഫീലിംഗ്? ഓക്കെ, സോ മിഥുനം ജെമിനീസ്, മേ ബി നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ പോയിരിക്കുകയായിരിക്കും. സോ അവർ ഭയങ്കര വിഷമമുണ്ട്. ദർ ഇസ് എ വെരി പെയിൻഫുൾ സിറ്റുവേഷൻ, റൈറ്റ്? സോ മേ ബി നിങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് ആയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ കറന്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സോ ദിസ് ഇസ് എൻ എൻഡ്. ഓക്കെ, സോ നിങ്ങൾ റീസെന്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അതാണ് അവരുടെ മനസ്സിലുള്ളത്. സോ ആ ഒരു പെയിൻ ഒക്കെ അവരുടെ മനസ്സിലുണ്ട്. സോ നിങ്ങളായിട്ട് സെപ്പറേറ്റ് ആയതുകൊണ്ടുള്ള ആ ഒരു പെയിൻ ഒക്കെ അവരുടെ മനസ്സിലുണ്ട്. സോ ദേ ആർ ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ടൈം ആസ് ലൈക്ക് യു. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സെയിം സിറ്റുവേഷൻ ആണ്. അപ്പം നിങ്ങളുടെ ആ ഒരു പെയിൻ ഒക്കെ അവർക്കും ഉണ്ടാവും. ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ടു സെപ്പറേറ്റ് ഫ്രം യു. സോ ദിസ് വിൽ ബി എൻ എൻഡ്. ലെറ്റ്സ് മൂവ് ടു Cancer, Karkidakam Rashi. What is your person's current feeling? What is your current feeling towards you?
Okay, so they have a lot of emotions for you, lot of love, emotional, okay, especially emotional. They're very emotionally attached to you. ആ ഒരു മേ ബി നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ലൈഫിൽ. സോ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഓക്കെ, സോ ദേ ഹാവ് ലോട്ട് ഓഫ് ലവ് ഫോർ യു, ലോട്ട് ഓഫ് പാഷൻ അറ്റ് ദിസ് മൊമെന്റ്, ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ആൻഡ് ദേ വോണ്ട് ടു ഹാവ് ദറ്റ് ഫാമിലി വിത്ത് യു. ആൾക്കാരാണ് ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മളെ ഓവറായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെയാണ് അവർക്ക് ഇപ്പം നിങ്ങളുടെ അടുത്തുള്ളത്. ദാറ്റ് ഈസ് ദിയർ ഫീലിംഗ്സ്. ഹാവ് ലോട്ട് ഓഫ് ഇമോഷൻസ് ഫോർ യു, ലോട്ട് ഓഫ് ലവ് ഫോർ യു, ആൻഡ് ദേ നീഡ് യു. അതാണ് അവിടെ ഒരു കറന്റ് ഫീലിംഗ് അല്ലെങ്കിൽ അവിടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ലിയോ. ചിങ്ങം രാശിക്കാര്, ലിയോ ഇസ് ദിയർ കറന്റ് ഫീലിംഗ്സ് ഫോർ യു. ലിയോ, what is their current feeling for you? Okay. So Leo, they are waiting for you to talk to them. They are begging for your attention. ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും പാസ്റ്റിൽ. ഓക്കെ, നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. But now they are waiting for your time. Now they are begging for your time. So now they want to talk to you. They want to, they need your attention. പാസ്റ്റിൽ അവർ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പോലെ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം അവർക്ക് നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ വേണം, നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ദേ ആർ ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദിയർ കറന്റ് സിറ്റുവേഷൻ. ആൻഡ് ചിലപ്പം അവർക്ക് അറിയില്ല എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഫോർ ലിയോ. So let's move to Virgo. Virgo, Kani Rashikar, what is your person's current feeling? What is your person's current feeling? Okay, ഒരുപാട് കാർഡ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക്. Oh my god. Again, breakup. കന്നി രാശിക്കാർ, മേ ബി നിങ്ങൾ ഇപ്പം ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ. സോ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു നിങ്ങൾ വിചാരിക്കാത്ത ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് ആക്ച്വലി നിങ്ങളെ സെപ്പറേറ്റ് ആക്കുകയാണ്. ഓക്കെ, സോ യു ആർ സെപ്പറേറ്റിംഗ്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്കപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. യു വിൽ ബി ബാക്ക് ടുഗെദർ. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. അതായിരിക്കും നിങ്ങളെ സെപ്പറേറ്റ് ആക്കുന്നത്. ഓക്കെ, ചിലപ്പം അവരുടെ ലൈഫിൽ എന്തെങ്കിലും നടന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സഡൻ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നടന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, സോ അവരുടെ ഒരു കറന്റ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ അവർ ഇതുവരെ പോവാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങളുടെ അതേ ഫീലിംഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവരും പോകുന്നുണ്ടാവുക. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മളെല്ലാം ലോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ബട്ട് ഐ ഫീൽ ലൈക്ക് യു വിൽ ബി ബാക്ക് സൂൺ ടുഗെദർ. ഓൾറൈറ്റ്, so let's move to Libra now. Libra, Tulam Rashikar, what is your person's current feeling? What is their feelings towards it? Okay, so Libra, your person ഭയങ്കര വിഷമത്തിലാണ്. സോ ദേ കാൺ സ്ലീപ്പ് ഈവൻ ലൈക്ക് ഈ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിച്ചിട്ട് അവർ ഭയങ്കര ടെൻഷനാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവരൊത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയില്ല റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. സോ ഭയങ്കര ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു സംസാരം നിങ്ങളായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംസാരം ഇല്ലാത്തതുകൊണ്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷമമൊക്കെ അവർക്ക് ഉണ്ട്. നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഈവൻ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു ഹാപ്പി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അവരൊത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു നിങ്ങളൊരു ആബ്സെൻസ് അല്ലെങ്കിൽ നിങ്ങളായിട്ടുണ്ടായിരുന്ന ഗ്യാപ്പ്, നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റാത്തതൊക്കെ അവർ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആളുടെ കറന്റ് ഫീലിംഗ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു സ്കോർപിയോ നൗ. വൃശ്ചികം രാശിക്കാർ, വാട്ട് ഈസ് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ്? നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സോ ദേ ആർ നോട്ട് ടോക്കിംഗ് ടു യു, റൈറ്റ്? സോ ദേ ആർ നോട്ട് ടോക്കിംഗ് ടു യു, ദേ ആർ ലിറ്റിൽ സ്റ്റബേൺ. അവർ കുറച്ച് വാശി പിടിച്ച് നിൽക്കുകയാണ്. ഈവൻ നിങ്ങൾ സംസാരിക്കാൻ പോയാലും അവർ കുറച്ച് വാശി പിടിച്ച് നിൽക്കുകയാണ്. സോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈവൻ നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എഫേർട്ട് എടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴും അവർ പ്രോപ്പറായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളിത് സംസാരിക്കുന്നുണ്ടാവില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഹോൾഡ് ചെയ്യാണ്. ഓക്കെ, അവരുടെ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് അവർ ഹോൾഡ് ചെയ്യാണ്. ദേ വോണ്ട് ടു ടോക്ക് ടു യു, പക്ഷെ അവർ അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അവർ കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് വാശി പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കാൻ പോയാലും അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല. കാരണം ദേ ആർ കൺട്രോളിങ് ദെയർ ഇമോഷൻസ്, ദേ ആർ കൺട്രോളിങ് ദെയർ ഫീലിങ്സ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാത്തത്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യാത്തതിനുള്ള കാര്യം അതാണ്. അവർ ഹോൾഡ് ചെയ്യാണ്. ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു Sagittarius. Sagittarius, what is your person's current feeling? What is your person's current feeling? Again, you got the love card. Lot of emotions, lot of passion, lot of love. Okay, so അവർ നിങ്ങളെ പറ്റിയിട്ട് അവർക്ക് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്, ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആണ്, ഭയങ്കര പൊസസീവാണ്, ഭയങ്കര എന്താ പറയുക, ഒരു ട്രഷറൊക്കെ പോലെ കാണുന്ന റിലേഷൻഷിപ്പാണ്. ലൈക്ക് ട്രഷറൊക്കെ പോലെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, സോ ദേ ആർ ഹോൾഡിങ് യു. ഓക്കെ, ദേ ഡോണ്ട് വോണ്ട് ടു ലീവ് യു. ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നിങ്ങളടുത്ത്. സോ നിങ്ങളായിട്ട് ചിലവഴിച്ചിട്ടുള്ള നല്ലൊരു സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു നല്ല മൊമെന്റ്, സോ നിങ്ങളെ തന്നെ ഒരു ട്രഷറൊക്കെ ആയിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കും. ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ് അവർക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് തോന്നുന്നത്. ഓക്കെ, so they have a lot of emotions for you right now, they have a lot of feelings for you right now, and it's all about emotional attachment, feelings, love. Okay, so let's move to Capricorn. Makaram Rashikar, what is your person's current feeling? Okay, Capricorn got Capricorn card. സോ കാപ്രിക്കോൺ, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബൗണ്ടറീസ് ഉണ്ടാവും അല്ലേ. വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. മേ ബി കാസ്റ്റ്, റിലീജിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അല്ലേ. സോ പക്ഷെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നേടിയെടുക്കാൻ പറ്റുന്നോ അവർക്ക് തോന്നുന്നില്ല, അത് നിങ്ങളെ ലൈഫിലേക്ക് കിട്ടുന്നോ അവർക്ക് തോന്നുന്നില്ല. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. ആ ഒരു പെയിൻ ഉണ്ടാവുമല്ലോ ഭയങ്കരമായിട്ട്. നമ്മളൊരു ട്രാപ്പിൽ കുടുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് അറിയില്ല നിങ്ങൾ വേണമെന്ന് വെച്ചാൽ വേണം, പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിയില്ല. സോ അത് അവർ ഭയങ്കര ടോക്സിക് ആയിട്ട് ലീഡ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഈവൻ നിങ്ങളെ അവർക്ക് വിട്ടു പോകണമെന്ന് തോന്നിയാലും അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു കണക്ഷൻ, ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ നിങ്ങളടുത്ത് അവർക്കുണ്ട്. ഭയങ്കര സ്ട്രോങ് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ അടുത്ത്. സോ അങ്ങനെ ഒരു സ്ട്രോങ് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഒക്കെ അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. സോ അതൊക്കെയാണ് അവരുടെ ഒരു കറന്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു Aquarius now. കുംഭം രാശിക്കാർ. സോ Aquarius, what is your person's current feeling? Aquarius. So Aquarius, what is your person's current feeling? So they are tired of ഫൈറ്റിങ്, ആസ്കിങ്. നിങ്ങളായിട്ടുണ്ടായിരുന്ന ആർഗ്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിച്ച് വഷളാക്കിയിട്ടുള്ള ഒരു കാര്യം അവർ ടയേർഡായി, അല്ലെങ്കിൽ മേ ബി അവരെ ചിലപ്പോൾ നിങ്ങളടുത്ത് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അല്ലെങ്കിൽ അവരെ ക്ലാരിഫൈ ചെയ്ത് തന്നിട്ട് അവർക്ക് ടയേർഡായി, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല, നിങ്ങളായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സംസാരം ഇല്ല. മേ ബി ആ ഒരു നിങ്ങളായിട്ട് ഉണ്ടായിരുന്ന നല്ല മൊമെന്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സംസാരങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടുണ്ടായിരുന്ന ആ ഒരു നല്ല മൊമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ, നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ. സോ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. മേ ബി അതൊക്കെ അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റാത്തതും അവരൊത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു Pisces. മീനം രാശിക്കാർ. What is your person's current feeling? What is your person's current feeling? So your person's current feeling, like, they are emotions ഉണ്ട്, കുറെ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കും അല്ലെ. സോ ദേ ഹാവ് എ സ്ട്രോങ് ഇമോഷൻ, അല്ലെങ്കിൽ ആ ഒരു ലവ് അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ അവർക്കൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. ഓക്കെ, സീരിയസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ തമാശയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നുമല്ല, ഭയങ്കര കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ആളാണ്. സോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് അവർ നിങ്ങളുടെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. മേ ബി ഇവർ
നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അവരങ്ങനെ ഓവറായിട്ട് ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷെ അവർക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും മനസ്സിൽ, ഒരുപാട് ലവ് ഉള്ള ആൾക്കാരാണ്. അതായത് ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ടൈപ്പ് അല്ലെങ്കിൽ ഫാദർ ടൈപ്പ്, ഒരു അച്ഛനെ പോലെയൊക്കെ നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ അവർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഓക്കെ, സോ ദേ ഹാവ് ലോട്ട് ഓഫ് ഇമോഷൻസ് ഫോർ യു റൈറ്റ് നൗ. സോ ദേ വോണ്ട് ടു പ്രൊട്ടക്ട് യു. അവർക്ക് ആ ഒരു ഫാമിലി നിങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം, സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. ഓക്കെ, സോ അതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. സോ ഈ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ്